നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഹിപ്നോസിസ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 3 സെഷൻസിലായി നമ്മൾ ഹിപ്നോസിസിൻ്റെ ഒരു അവതരണവും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. സോ ഹിപ്നോതെറാപ്പിയുടെ ക്ലിനിക്കൽ ഹിപ്നോസിസിൻ്റെ ഇൻട്രൊഡക്ടറി സെഷന് ശേഷം നമ്മളതിൽ ചർച്ച ചെയ്ത വിവിധ വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു പോയ വിവിധ വിഷയങ്ങൾ, അതായത് ഹിപ്നോട്ടിക് സ്റ്റേറ്റ്, മനസ്സ്, കൊഗ്നിഷൻ, ഓർമ്മ, പെർസെപ്ഷൻസ്, ലേണിംഗ്, ഭാഷ, ബോധം, സബ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോവുകയുണ്ടായി. ഇനി നമ്മൾ ഇതിൽ ഓരോരോ വിഷയങ്ങളാണ് നമ്മൾ വേർതിരിച്ചെടുത്ത് കൂടുതൽ ആഴത്തിൽ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു നമ്മൾ ഹിപ്നോസിസിന് പറഞ്ഞ ഒരു നിർവചനം? ഹിപ്നോസിസ് is a suggestion-oriented, altered state of consciousness. നിർദ്ദേശാനന്തരണം സംജാതമാകുന്ന ബോധത്തിൻ്റെ മറ്റൊരു തലം. അതായിരുന്നു നമ്മൾ പറഞ്ഞത്. നിർദ്ദേശാനന്തരണം സംജാതമാകുന്ന ബോധത്തിൻ്റെ മറ്റൊരു തലം. ഹിപ്നോസിസ് ഈസ് ദ suggestion-oriented, altered state of consciousness. ഇനിയും നമ്മുടെ ഹിപ്നോസിസ് ഓൺലൈൻ ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഈ വീഡിയോസ് വളരെ കൃത്യമായി നമ്മുടെ ഹിപ്നോസിസ് ലേണിംഗ് പ്രോഗ്രാമിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോസ്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ കുറേ സംശയങ്ങളുണ്ടാവും. കാര്യം പലപ്പോഴും നമ്മളുടെ ഈ വീഡിയോസ്, ഈ സെഷൻസ് നമ്മൾ ചെയ്യുന്നത് തൊട്ട് മുൻപുള്ള വീഡിയോസ് ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞ നമ്മുടെ മറ്റ് സ്റ്റുഡൻസ് അവരുടെ ചോദ്യങ്ങളും സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കൂടിയാണ് നമ്മുടെ ഓരോ എപ്പിസോഡുകളും. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. എന്നിട്ട് പാരസൈക്കോളജി ആൻഡ് ഹിപ്നോസിസ് ലേണിംഗ് ഗ്രൂപ്പിലേക്ക് ചേരുക. അതിന് കുറേ നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് അതിൽ ഓരോരോ സെഷനാകുമ്പം നമ്മൾ ഗ്രൂപ്പുകൾ ഇങ്ങനെ മാറിപ്പോവും. സോ നിങ്ങൾ പഠിക്കാൻ ഗൗരവമായിട്ട് ഈ ഒരു വിഷയം പഠിക്കാൻ, ഹിപ്നോസിസ് എന്ന വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവർ, മനഃശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ, പാരസൈക്കോളജി പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലേക്ക് മറക്കാതെ ജോയിൻ ചെയ്യുക. കൺഫ്യൂസ്ഡ് ആവരുത്, അതുകൊണ്ടാണ് പറയുന്നത്. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഹിപ്നോസിസ് ഈസ് എ സജഷൻ-ഓറിയന്റഡ് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. നിർദ്ദേശാനന്തരണം സംജാതമാകുന്ന ബോധത്തിൻ്റെ മറ്റൊരു തലമാണ് കഴിഞ്ഞ 3 വീഡിയോകളായി നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾക്ക് ശേഷം ആ പ്രോഗ്രാമുകൾ വളരെ വിശദമായി ശ്രദ്ധിച്ച് കണ്ട നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി, കുറേ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹിപ്നോട്ടിക് സ്റ്റേറ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ അത് സജഷൻ ഓറിയൻറ്റഡ് ആണ്, നിർദ്ദേശാനന്തരണമാണ്. ഈ നിർദ്ദേശങ്ങളെക്കുറിച്ചും കമ്മ്യൂണിക്കേഷനെ കുറിച്ചും നമ്മൾ വളരെ കൃത്യമായി നമ്മൾ മറ്റൊരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കതിന് വളരെ കൃത്യമായി തന്നെ സജസ്റ്റബിലിറ്റിയെക്കുറിച്ചൊരു സെഷനുണ്ട്, സസെപ്റ്റബിലിറ്റിയെക്കുറിച്ചൊരു സെഷനുണ്ട്, ഹിപ്നോട്ടിക് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങും ഉണ്ട്. ഇതൊക്കെ വേറെ വേറെ സെഷൻസാണ്. എന്താണ് ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ്
സംഭവിക്കുന്നത്. നിങ്ങൾ പലരും ചോദിച്ചു, ഉറങ്ങുന്നയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? കണ്ണ് തുറന്നുകൊണ്ടിരിക്കുന്ന ഓപ്പണായി ഹിപ്നോസിസ് അതെങ്ങനെയാണ് പോസിബിൾ ആവുക? ഒരാളുടെ പുറകിൽ നിന്ന് എങ്ങനെയാണ് ഹിപ്നോസിസ് ചെയ്യാൻ പറ്റുക? ഒരാളുടെ സമ്മതമില്ലാതെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. തീർച്ചയായും നമുക്കൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ അയാളുടെ സമ്മതം വേണം. പക്ഷേ ആ സമ്മതം തരുന്നത് അയാളുടെ ബോധ മനസ്സാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ നിങ്ങൾക്ക് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പെർമിഷൻ തരുന്നു എന്ന് അയാൾ പറയേണ്ട കാര്യമില്ല. മറിച്ച് അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ അതിൻ്റെ പ്രൊസീജിയറുകളിലേക്ക് അവർ സഹകരിച്ചാൽ മാത്രം മതിയാവും. അതെങ്ങനെയാണെന്ന് നമ്മുടെ ഇനി വരുന്ന സെഷൻസിലും നിങ്ങൾ ആ ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഉറക്കം, അതുപോലെ ഉണർന്നിരിക്കുക, ഹിപ്നോസിസ്, മെഡിറ്റേഷൻ, ധ്യാനം, ഈ 4 കാര്യങ്ങളാണ് നമ്മളെപ്പോഴും പരസ്പരം കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇത് 4 സ്റ്റാറ്റസ്, 4 അവസ്ഥയിലാണ് സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ പരസ്പരം തെറ്റിദ്ധരിക്കുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. നമുക്ക് ആദ്യം മുതൽ സ്ലീപ്പ് എന്ന് പറഞ്ഞൊരവസ്ഥ, ഉറക്കം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട്. അത് നമുക്കൊക്കെ പരിചയമുള്ളൊരവസ്ഥയാണ് സ്ലീപ്പ്. നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. നിങ്ങളിൽ അപൂർവം ചിലർക്ക് മാത്രം പരിചയമുള്ളൊരവസ്ഥയാണ് മെഡിറ്റേറ്റീവ് സ്റ്റാറ്റസ്, ധ്യാനാവസ്ഥ. ധ്യാനം എന്ന് പറഞ്ഞാൽ കുറേ ശ്വാസത്തോടുള്ള പ്രാണായാമം ചെയ്യലോ, ഇല്ലെങ്കിൽ കുറേ ശ്വസനക്രിയ ചെയ്യലോ, ഇല്ലെങ്കിൽ ശവാസനം, അതൊന്നും അല്ല ധ്യാനം. ആ മെഡിറ്റേറ്റീവ് സ്റ്റാറ്റസ് ഈസ് ഡിഫറെൻറ്റ്. പിന്നെ നമ്മൾ അലേർട്ടായിട്ടുള്ളൊരവസ്ഥ ഉണ്ട്. നമ്മൾ വളരെ ഉണർന്നിരിക്കുന്ന, സംസാരിക്കുന്ന, ലോജിക്കൽ തിങ്കിങ്ങുള്ള, റീസണിങ് ഉള്ള, ആക്റ്റീവായിട്ടുള്ളൊരവസ്ഥയുണ്ട്. അതും നമുക്ക് പരിചയമുണ്ട്. ഈ ഉറക്കത്തിനും ആക്റ്റീവായിട്ടിരിക്കുന്ന അവസ്ഥയുടെ ഇടയിൽ നമ്മുടെ ഒരു ഡേ ഡ്രീമിങ് സോങ് ഉണ്ട്. നമ്മളുടെ ഒരു പകലുറക്കത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അതും പലപ്പോഴും നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇനി അതിൽ പരിചയമില്ലാത്തത് ഹിപ്നോസിസ് എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ എന്താണെന്ന് നോക്കാം. ആദ്യമായി ഈ അവസ്ഥകളിൽ ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ, തലച്ചോറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെയിൻ വേവിൽ വരുന്ന മാറ്റങ്ങൾ ഹിപ്നോസിസുമായി വളരെ ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ബ്രെയിൻ വേവ് ചേഞ്ചസ്, ബ്രെയിൻ വേവ് സ്റ്റാറ്റസ് നമ്മൾ ചർച്ച ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ വ്യക്തമാവും. നമ്മളിപ്പോൾ ഉണർന്നിരിക്കുകയാണ്. സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഉണർന്നിരിക്കുന്നു. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ശ്രദ്ധിച്ച് കേൾക്കുക, എൻ്റെയും നിങ്ങളുടെയും തലച്ചോറിലുള്ള ബ്രെയിൻ വേവ്സ്, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അത് ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 14 to 40, വളരെ കൃത്യമായിട്ടാണ് 14 to 36 എന്ന് പറയാം. 14 ഹെർട്സ് മുതൽ 40 ഹെർട്സിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ 14 ഹെർട്സ് മുതൽ 36 ഹെർട്സിനുള്ളിലാണ് ഈ ബീറ്റ സ്റ്റേറ്റ്. 36 മുതൽ 40 വരെ ഹൈ ബീറ്റ. നമ്മൾ ഈ ഫ്രീക്വൻസീസിനെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഹെർട്സ്. നമ്മൾ കിലോമീറ്റർ, മീറ്റർ, കിലോഗ്രാം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹെർട്സ്. അതായത് സൈക്കിൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഫ്രീക്വൻസി, അതായത് നിങ്ങൾ നേരെ ഒരു വര വരയ്ക്കുക. ഫിസിക്സ് പഠിച്ചവർ, ഫിസിക്സ് ഒന്നും വേണ്ട, ഇവിടെ ബേസിക് സയൻസ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഒരു വര വരച്ചിട്ട് ആ ഫ്രീക്വൻസി ഇവിടെ നിന്നും തുടങ്ങി ഇങ്ങനെ വന്ന് തിരിച്ചിവിടെ എത്തുന്ന ഈ സമയം, ഇത് എത്ര സെക്കൻഡിൻ്റെ ഉള്ളിൽ നിന്നാണ്? സോ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസി അത്
14 to 40 cycle per second or hertz. 14 മുതൽ 40 വരെ. ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള നമ്മുടെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. എന്തൊക്കെയാണ്? നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയും. നമ്മൾ വളരെ ലോജിക്കലി ചിന്തിക്കും. വളരെ യുക്തിപരമായി യുക്തിഭദ്രമായി അതിനെ ചിന്തിക്കുകയും വിശകലനം ചെയ്യാൻ കഴിയും. റീസണിങ് എബിലിറ്റി ഉണ്ടാവും. നമ്മൾ സംസാരിക്കും, പാട്ട് പാടും, നമുക്ക് ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, പോക്കറ്റ് അടിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കാം. അതാണ് ബീറ്റ സ്റ്റേറ്റ്. അതിൻ്റെ തൊട്ട് താഴെ അടുത്ത ഒരു സ്റ്റേജ്, അത് 14 to 7 cycle per second. Precisely 7.5 cycle per second to 14 cycle per second. മറ്റത് ഹൈ ആൽഫ. ഇതിനെ നമ്മൾ പറയുന്നത് ആൽഫ സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തേത് ബീറ്റ സ്റ്റേജ്, ഇത് ആൽഫ സ്റ്റേജ്. 7 സൈക്കിൾ പെർ സെക്കൻഡിനും 14 സൈക്കിൾ പെർ സെക്കൻഡിനും ഉള്ളിൽ നമ്മുടെ ബ്രെയിൻ വേവ് ഇരിക്കുന്ന ഒരവസ്ഥ നമ്മൾ EEG ചെയ്ത് നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. ഈ ഒരു അവസ്ഥയുടെ പ്രത്യേകത എന്താ? നമ്മൾ പറയുന്ന ഒരു ഡേ സ്ലീപ്പിംഗ്, ഒരു ഡേ ഡ്രീമിങ് സ്റ്റാറ്റസാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീടിൻ്റെ ഉമ്മർത്ത് ഒരു ഈസി ചെയറിൽ ഇങ്ങനെ ഇരിക്കുക, അടുത്തൊരു ടേബിൾ ഫാനൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പുറത്തുനിന്ന് നല്ല ഇലക്ട്രോൺ വീലുണ്ട്, നല്ലൊരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. അതിടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് ബ്രീസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാറ്റിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി കൈയും കാലൊക്കെ ഒന്ന് നീട്ടി വെച്ച് നമ്മളൊരു പകലുറക്കം എന്ന് പറയുന്ന ഒരവസ്ഥയല്ലേ, ഡേ സ്ലീപ്പ്. നമ്മൾ മെല്ലെ ഇങ്ങനെ ഉറങ്ങും. ആ ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപ്പോഴാരെങ്കിലും വന്നിട്ട് നമ്മളോട് വല്ലതും സംസാരിക്കുക, ചോദിക്കുക, ഇവിടെ വേറെ ആരും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരം പറയും. ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ ഉത്തരം പറയും. ആ സമയത്ത് നമ്മളോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നമ്മൾ ഉത്തരം പറയും. കാരണം അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്കതിന് മറുപടി പറയാനും പറ്റും. അവിടെ നമുക്ക് സ്വപ്നങ്ങൾ കാണാനും പറ്റും. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മുടെ മസിൽസൊക്കെ, ശരീരത്തിലുള്ള എല്ലാ മസിൽസും വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ, ശ്രദ്ധ, അത് ഒരുപാട് കൂടുതലായിരിക്കുകയും ചെയ്യും. നമ്മൾ ആ പകൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ, അപ്പോൾ വീട്ടിലെ പട്ടി കുറച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നോക്കും, കണ്ണു തുറന്ന് നോക്കും. ചെറിയൊരു ശബ്ദം കേട്ടാൽ, ഒരാൾ നടന്നു വരുന്ന ശബ്ദം കേട്ടാൽ, ഒരു മൊട്ടുസൂചി വീഴുന്ന ശബ്ദം കേൾക്കാൽ വരെ നമ്മൾ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേക്കും. നമ്മളത് ശ്രദ്ധിക്കും. വിജിലൻ്റ് ആയിരിക്കും. വിജിലൻ്റ്, അലേർട്ടായിരിക്കും. നമ്മൾ വിജിലൻ്റ് ആയിരിക്കും ആ അവസ്ഥയിൽ. ആ അവസ്ഥയിൽ നമ്മൾ സ്വപ്നം കാണുകയും ചെയ്യും. ഈ ആൽഫ സ്റ്റേജിൽ, അതായത് 7 സൈക്കിൾ പെർ സെക്കൻഡിനും 14 സൈക്കിൾ പെർ സെക്കൻഡിനുമുള്ള ഈ അവസ്ഥയെ നമ്മൾ ആൽഫ സ്റ്റേജ് എന്ന് പറയുന്നു. ഇതിൽ തന്നെ 7 സൈക്കിൾ പെർ സെക്കൻഡ് മുതൽ 8 സൈക്കിൾ പെർ സെക്കൻഡ് വരെയുള്ള ഒരു സമയം ഡീപ്പ് ആൽഫ സ്റ്റേറ്റ്. ഈ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഉറങ്ങാൻ കഴിവുള്ള ഒരു ജീവി, ഒരു വ്യക്തി, അയാൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. ഒന്നുകൂടെ പറയാം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന് സ്വപ്നം കാണാനുള്ള കഴിവില്ല. ഒരു കാരണവശാലും ഉറങ്ങുന്ന ഒരു വ്യക്തി സ്വപ്നം കാണില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാളെന്താ പറയണമെന്ന്. ശരിയാണ്, ഉറങ്ങുന്ന ഒരു വ്യക്തി സ്വപ്നം കാണില്ല. നമ്മൾ സ്വപ്നം കാണുന്നത് റൺ എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. നിങ്ങൾ കൊച്ചു കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ നോക്കിയാൽ മതി. കുഞ്ഞു ബാവ കിടന്നുറങ്ങുമ്പോൾ ഈ കൊച്ചു കുട്ടിയുടെ ഐബോൾസ്, കണ്ണിലെ കൃഷ്ണമണികൾ
ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൃഷ്ണമണികൾ ഇങ്ങനെ ഇളകുന്നത് കാണാൻ പറ്റും. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. അതിനർത്ഥം ആ കുട്ടി സ്വപ്നം കാണുകയാണ്. നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും ഇല്ലെ മറ്റൊരാൾ കിടന്നുറങ്ങുമ്പോൾ നോക്കുക, സ്വപ്നം കാണുന്ന സമയത്ത് അയാളുടെ ഐബോൾ കൃഷ്ണമണി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഈ ആൽഫ സ്റ്റേജിൽ നിന്നും 7 സൈക്കിൾ പെർ സെക്കൻഡിൽ നിന്നും നമ്മൾ പിന്നെയും താഴേക്ക് വരുമ്പോൾ നമ്മൾ തീറ്റ സ്റ്റേജിലെത്തും. തീറ്റ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 4 to 7 സൈക്കിൾ പെർ സെക്കൻഡ്. 4 സൈക്കിൾ പെർ സെക്കൻഡിനും 7 സൈക്കിൾ പെർ സെക്കൻഡിനും ഉള്ളിലുള്ള സമയം. 4 ഹെർട്സിനും 7 ഹെർട്സിനും ഉള്ളിലാണ് നമ്മളുടെ ബ്രെയിൻ വേവ് എങ്കിൽ, നമ്മളതിപ്പോൾ EG എടുത്ത് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ തീറ്റ സ്റ്റേജിലാണ്. എന്താ തീറ്റ സ്റ്റേജിൻ്റെ പ്രത്യേകത? അത് വളരെ ഡീപ്പാണ്. അവിടെ റൺ സ്റ്റാറ്റസ് ഇല്ല, റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ഇല്ല. വളരെ ഡീപ്പായിട്ടുള്ള ഹൈലി ഇൻറ്റ്യൂറ്റീവ് ആയിരിക്കും നമുക്ക് ഇൻറ്റ്യൂഷൻ വരുന്നത്. നമുക്ക് ഈ ക്ലാർവാൻസ്, ക്ലാറോഡിയോ ഇതൊക്കെ വരുന്നൊരവസ്ഥ. വളരെ ക്രിയേറ്റീവായിരിക്കും, ഹൈപ്പർ ക്രിയേറ്റീവായിരിക്കും. ഈ ഒരവസ്ഥയാണ് തീറ്റ സ്റ്റേജ്. ഇനി അതിനേക്കാളും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റ സ്റ്റേജിലേക്ക് പോകും. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 4 to 0 സൈക്കിൾ പെർ സെക്കൻഡ്. 4 സൈക്കിൾ പെർ സെക്കൻഡിലും 0 സൈക്കിൾ പെർ സെക്കൻഡിലും ഉള്ള സമയം. ഒന്നുകൂടെ പ്രിസൈസ്ലി 0.5 സൈക്കിൾ പെർ സെക്കൻഡ് ടു 4 സൈക്കിൾ പെർ സെക്കൻഡ്, അങ്ങനെ പറയാം. 0.5 മുതൽ 4 വരെ. ഈ അവസ്ഥയാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഉറക്കം, ഗാഠമായ ഉറക്കം, നല്ല ഉറക്കം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ, ഉറങ്ങുന്ന വ്യക്തിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. കാരണം 4 ഹെർട്സിൽ താഴെയാണ് നിങ്ങളുടെ ബ്രെയിൻ വേവ് എങ്കിൽ നിങ്ങൾ സ്വപ്നം കാണില്ല. സ്വപ്നം കാണുന്നത് 7 മുതൽ 8 വരെ ആയിരിക്കും. അതുകൊണ്ടാണ് ഉറങ്ങുന്ന വ്യക്തിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല എന്ന് പറയുന്നത്. സോ 40 ഹെർട്സുള്ള ഉണർന്നിരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള അവസ്ഥയും 0.5 സൈക്കിൾ പെർ സെക്കൻഡുള്ള ഏറ്റവും ഗാഠമായ ഉറങ്ങുന്ന അവസ്ഥയും. ഇതിലെവിടെയാണ് ഹിപ്നോസിസ്? ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഈ ആൽഫ സ്റ്റേജ്, അതായത് 14 സൈക്കിൾ പെർ സെക്കൻഡിനും തീറ്റ സ്റ്റേജ് 4 സൈക്കിൾ പെർ സെക്കൻഡിനും ഉള്ളിലുള്ള അവസ്ഥയാണ് നമ്മൾ ഒരു ഹിപ്നോട്ടിക് ട്രാൻസ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഹിപ്നോട്ടിക് ട്രാൻസ് എന്ന് മാത്രമല്ല അതിനെ പറയുക. ഏറ്റവും ഒരാൾ ഇൻ ഡെപ്ത് ഹിപ്നോസിസിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ആ സമയത്തുള്ള EG, ആ സമയത്തുള്ള ബ്രെയിൻ വേവ്സ് അത് 7 സൈക്കിൾ പെർ സെക്കൻഡിനും 8 സൈക്കിൾ പെർ സെക്കൻഡിനും ഉള്ളിലായിരിക്കും. ഈ അവസ്ഥയിലാണ് നമുക്ക് ഒപ്റ്റിമൽ വിഷ്വലൈസേഷൻ പോസിബിൾ ആകുന്നത്. ഒപ്റ്റിമം സസെപ്റ്റബിൾ ആയിരിക്കും. നമുക്ക് ആ വ്യക്തിയോട് ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിലാണ്. അയാളുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്, അയാളുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റുന്നത്, പേടി മാറ്റാൻ പറ്റുന്നത്, അയാളുടെ ബിഹേവിയറിലുള്ളൊരു മാറ്റം വരുത്താൻ പറ്റുന്നത്, സ്വഭാവത്തിലൊരു മാറ്റം വരുത്താൻ പറ്റുന്നത്, ശീലങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്, പെർസെപ്ഷനിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്, ചിന്തകളിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്, ആറ്റിറ്റ്യൂഡിലും മാറ്റം വരുത്താൻ പറ്റുന്നത്, ഭയങ്ങളില്ലാതാവുന്നത്. ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ തെറാപ്യൂട്ടിക് ഹിപ്നോസിസിന് ഏറ്റവും നല്ല ഒപ്റ്റിമലായിട്ടുള്ള അവസ്ഥ ഡീപ്പ് ആൽഫ സ്റ്റേജാണ്. അതായത് 7 to 8 സൈക്കിൾ പെർ സെക്കൻഡിനുള്ളിൽ ബ്രെയിൻ വേവ് ഉള്ള അവസ്ഥ. ആ അവസ്ഥയിൽ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ഈ ബിഹേവിയറൽ ചേഞ്ചസും പേഴ്സണാലിറ്റി ചേഞ്ചസും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് താഴേക്ക് ഞാൻ പറഞ്ഞു, ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ 4 ഹെർട്സ് വരെയുള്ള അവസ്ഥയാണ്. അതിന് താഴേക്കുമുണ്ട് 7 മുതൽ 4 വരെയുള്ള ഒരവസ്ഥ. ഇതിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും മെഡിറ്റേറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത്
വളരെ ക്ലിയർ ആയിട്ട് 4.2, അതായത് 4 to 4.5 ഡീപ് തീറ്റ സ്റ്റേജസ്, 4 മുതൽ 4.5 വരെയുള്ള നമ്മുടെ ബ്രെയിൻ വേവ് ഉണ്ടാവുന്ന ഒരവസ്ഥ. അവിടെയാണ് മെഡിറ്റേഷൻ സംഭവിക്കുന്നത്. തുരീയം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്, സമാധി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അവിടെയാണ് ധ്യാനം സംഭവിക്കുന്നത്, ധ്യാനാവസ്ഥ. എന്താണ് ധ്യാനാവസ്ഥയും മെഡിറ്റേഷൻ തമ്മിലുള്ള, ഹിപ്നോസിസും തമ്മിലുള്ള വ്യത്യാസം? നാച്ചുറലി നിങ്ങൾ ചോദിക്കും. കാരണം ഇതിന് ഡീപ്പ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ദാറ്റ്സ് എ ഡീപ്പ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ്, വെരി ഡെപ്ത്. അത് തന്നെയാണ് ധ്യാനാവസ്ഥയും. എന്താ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഹിപ്നോസിസ് ഈസ് ദ സജഷൻ ഓറിയന്റഡ് altered state of consciousness. Then what is meditation? That's a divine oriented. അത്രയുള്ള വ്യത്യാസം. ഒന്ന് നിർദ്ദേശാനന്തരണം സംജാതമാകുന്നതാണ്, സജഷൻസ് കൊണ്ടാണ്. മറ്റത് സജഷൻസ് കൊണ്ടല്ല, നമ്മുടെ ഇന്നർ കോൺഷ്യസ്നെസ് ആണത്. മറ്റൊരാളുടെ എക്സ്റ്റേണലി ഉള്ള നമ്മളുടെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള സജഷൻസ് അല്ല, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ ശുദ്ധബോധത്തിൻ്റെ നിർദ്ദേശങ്ങൾ. ദാറ്റ് ഈസ് ഡിവൈൻ. കോസ്മിക് കോൺഷ്യസ്നെസ്സുമായി, ആ മഹാബോധവുമായി ഒന്നു ചേരുന്ന ഒരവസ്ഥ. ഇതാണ് മെഡിറ്റേഷനും ഹിപ്നോസിസും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പറഞ്ഞു നമുക്ക് ഏറ്റവും നന്നായിട്ട് വിഷ്വലൈസേഷനും ഒപ്റ്റിമൽ ക്ലിനിക്കൽ ആക്ടിവിറ്റീസും സൈക്കോ അനാലിസിസും സൈക്കോ തെറാപ്പിയും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഈവൻ CBT ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഈ പറഞ്ഞതുപോലുള്ള 7-നും 8-നും ഇടയിലുള്ള അവസ്ഥയിലാണ്, ഡീപ്പ് ആൽഫ സ്റ്റേജിലാണ്. ഈ 7-ന് താഴേക്ക് പോകുമ്പോൾ 7 മുതൽ 4 വരെയുള്ള അവസ്ഥയിലാണ് നമ്മൾ റിസർച്ചുകൾ ചെയ്യുന്നത്. നമ്മുടെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഏറ്റവും നല്ലത് ആ ഒരു സ്റ്റാറ്റസാണ്. ഒന്നും കൂടെ വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ പാരസൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം ചെയ്യുമ്പോൾ, അതായത് 7 ഹെർട്സ് വരെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവാണ്. അതിനുശേഷം നമ്മുടെ സാധാരണഗതിയിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, അത് മെല്ലെ ഇങ്ങനെ താഴേക്ക് ഡൗണായി വന്ന് നമുക്ക് പരിചയമില്ലാത്ത മറ്റൊരു ഇന്ദ്രിയാനുഭൂതി, 6ാം ഇന്ദ്രിയം, 6th സെൻസ് എന്നൊക്കെ പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ 3rd ഐ ഇൻവോക്കിംഗ് എന്നൊക്കെ പറയുന്നൊരു സംഭവം, അതെന്തോ ആവട്ടെ, അതിനെന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കട്ടെ, ആ അവസ്ഥയിലേക്ക് വരുന്നു. അവിടെയാണ് നമ്മൾ ഈ പാരാസൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ പഠനങ്ങളും റിസർച്ചസും ഒക്കെ നടത്തുന്നത്. ഒരു ഉദാഹരണം PLR അല്ലെങ്കിൽ PLVR, പാസ്റ്റ് ലൈഫ് റിഗ്രഷനും പാസ്റ്റ് ലൈഫ് വിഷ്വൽ റിഗ്രഷൻ അനാലിസിസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ പാസ്റ്റ് ലൈഫ് വിഷ്വൽ റിഗ്രഷൻ അനാലിസിസിൽ നമുക്ക് നമ്മുടെ മറ്റൊരു അസ്തിത്വത്തിൻ്റെ ഓർമ്മകൾ, ഞാൻ പറയുള്ളൂ കേട്ടോ, അല്ലെ കഴിഞ്ഞ ജന്മം കൊണ്ടോ മുൻജന്മം കൊണ്ടോ എന്നൊന്നും നമ്മൾ ആ ഒരു ജനറൽ ടേംസിലേക്ക് പോകണ്ട. നിങ്ങളുടേതല്ലാത്ത, നിലവിൽ നിങ്ങളുടേതല്ലാത്ത മറ്റൊരു നിലനിൽപ്പ്, മറ്റൊരസ്തിത്വത്തിൻ്റെ ഓർമ്മകളിലേക്കും ബോധങ്ങളിലേക്കും താൽക്കാലികമായോ സ്ഥിരമായോ നിങ്ങൾക്കൊരു ആക്സസ് കിട്ടുന്നു. അപ്പോൾ മറ്റൊരു ദേശത്ത് മറ്റൊരു കാലത്ത് സംഭവിച്ചിരുന്ന എന്തോ ഒന്നിൻ്റെ, ഇല്ലെങ്കിൽ അവിടെ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അനുഭവിക്കുവാനും കഴിയും. അതിൻ്റെ അർത്ഥം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ മുൻജന്മാണോ എന്നൊന്നും പറയില്ല. അത് വേറൊരു ടോപ്പിക്കാണ്. സോ മറ്റൊരു ഓർമ്മയിലേക്ക് നിങ്ങൾക്കൊരു ആക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് സാധാരണ പരിചയമില്ലാത്ത മറ്റൊരു ബണ്ടിൽ ഓഫ് തോട്ട്സ്. അത് ചിലപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ളതായിരിക്കാം,
അല്ലെങ്കിൽ മറ്റൊരാളുടേതായിരിക്കാം. നിങ്ങളുടെ അതേ ഫ്രീക്വൻസിയിൽ, അതേ മൈൻഡ് ഫ്രീക്വൻസിയിൽ, അതേ ആറ്റിറ്റ്യൂഡിൽ, അതേ രീതിയിൽ, അതേ ലൈഫ് സ്റ്റൈലിൽ, അതേ ചിന്തകളിൽ, അതേ സ്റ്റാൻഡ് പോയിന്റിൽ, അതേ എഡ്യൂക്കേഷനിൽ, അതേ രീതിയിൽ, അതേ അവസ്ഥയിൽ ജീവിക്കുന്ന മറ്റൊരാളുടെ ഓർമ്മകളിലേക്കായിരിക്കാം. നമ്മളിത് നിങ്ങളുടെ മുൻജന്മം തന്നെയാണെന്ന് വാദിക്കുന്നൊന്നുമില്ല. എന്താണെങ്കിലും അത് പോസിബിളാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് അനലൈസ് ചെയ്യാം. നമ്മൾ പാരാസൈക്കോളജിയുടെ സെഷനിലേക്ക് വരുമ്പോൾ ഇത് വളരെ ആഴത്തിൽ നമ്മൾ തലനാരിഴ കീറി നമ്മൾ പഠിക്കുകയും ചെയ്യും. നമ്മളതിനെ വിശദമായി അനലൈസ് ചെയ്യും, വിശകലനം ചെയ്യും. കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനും പറ്റും. ആ കൺക്ലൂഷൻ നമ്മൾ ഇപ്പോഴേ പറയുന്നതിൽ അർത്ഥമില്ല. സോ ഇതേപോലുള്ള ഗവേഷണങ്ങൾക്ക്, പഠനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഡീപ്പ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ താഴേക്ക് വന്ന 4 മുതൽ 0 വരെയുള്ള ഡെൽറ്റ സ്റ്റേറ്റ്, 4 മുതൽ 0.5 വരെയുള്ള ഡെൽറ്റ സ്റ്റാറ്റസ്, അതായത് സുഖമായ ഉറക്കം. ഇവിടെ നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്താണ് ഈ ഉറക്കവും ഹിപ്നോസിസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഉറക്കത്തിൽ നിങ്ങളൊന്നും അറിയുന്നില്ല, നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല, അതൊന്നുമില്ല. നിങ്ങൾക്ക് ചാടാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, ഇതൊന്നും പറ്റില്ല. എന്നാൽ ഒരു ആൽഫ സ്റ്റേറ്റിൽ, ഡീപ്പ് ആൽഫ സ്റ്റേറ്റ് അല്ലെങ്കിൽ തീറ്റ സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് ചാടാം, നിങ്ങൾക്ക് ഓടാം, ഇതൊക്കെ ചെയ്യാം. പിന്നെ കഴിഞ്ഞ സെഷന് ശേഷം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചതുപോലെ, ഇപ്പോൾ കണ്ണ് തുറന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ പറ്റും? കണ്ണ് തുറന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. കാരണം കണ്ണടയ്ക്കുന്നു, കണ്ണ് തുറക്കുന്നു, നല്ല വ്യത്യാസം. നമ്മുടെ തലച്ചോറന്നിപ്പം ഏത് അവസ്ഥയിലാണെന്നാണ്. പിന്നെ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻ, ആ വിഷയം നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. നമ്മൾ അതിന് വേറെ തന്നെ ഒരു സെഷനുണ്ട്, നമ്മൾ അതിലേക്ക് വരും. കണ്ണ് തുറന്നുകൊണ്ട് തന്നെ അയാൾ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ട് അയാളങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. അതായത് സൊംനാംബുലിസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരവസ്ഥ. ഹിപ്നോസിസിൻ്റെ 3 അവസ്ഥകളാണ്. അതിൽ നമ്മൾ പറഞ്ഞ 7 മുതൽ 14 വരെയുള്ള അവസ്ഥയിൽ ഈ 8-നും 14-നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ 9-നും 14-നുള്ളൊരവസ്ഥയെ നമ്മൾ ലതാജിക് സ്റ്റേറ്റ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് 9-നും ഒരു 7-നും ഉള്ളിലുള്ള ഒരവസ്ഥ, 8-നും 7-നും ഒക്കെ ഉള്ള അവസ്ഥയെ നമ്മൾ ഒരു കാറ്റലപ്സി എന്ന് പറയും. ഒരു റിജിഡ് ആയിട്ടുള്ള അവസ്ഥ, ബോഡിയൊക്കെ നംനെസ് ഉള്ള. പിന്നെ അത് ഈ പറയുന്നത് പോലെ 7-നും 4-നും ഉള്ളിലേക്ക് വരുമ്പോൾ, വളരെ 6-നും 4-നും ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ സൊംനാംബുലിസ്റ്റിക് സ്റ്റേറ്റ് പോസിബിളാണ്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ചാടാനും ഓടാനും എന്തെങ്കിലും ജോലി ചെയ്യാനും എല്ലാം പറ്റും. വേണമെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാൻ പറ്റും, വേണമെങ്കിൽ ഒരാൾ രക്ഷിക്കാനും പറ്റും. ഇത് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ക്രൈം ചെയ്യിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആവുന്നത്. ഇതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റാറ്റസ്, നമുക്ക് പരിചയമുള്ള ബ്രെയിൻ വേവ്സ്. ഇനി നമ്മളീ പറഞ്ഞ ഡെൽറ്റ, തീറ്റ, ആൽഫ, ബീറ്റ, ഈ 4 സ്റ്റാറ്റസിന് പുറത്ത് മറ്റൊരവസ്ഥയുണ്ട്, ഗാമ സ്റ്റേറ്റ്. അത് 40 ഹെർട്സിനും 46, 47, 48 ഹെർട്സൊക്കെ ഉള്ളിൽ വരുന്ന തലച്ചോറിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള ഒരവസ്ഥയാണ്. അത് ഒരു ഹയർ സ്റ്റാറ്റസ് ഓഫ് ദ ബ്രെയിൻ, ഹയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, വെരി ഹയർ സ്റ്റേറ്റ്, ഹൈലി ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള, വളരെ പ്രൊഫറ്റിക്കലായിട്ടുള്ള ഒരവസ്ഥ. സാധാരണക്കാരിലും നമുക്കത് കിട്ടില്ല. പക്ഷെ ഇത് കൂടുതൽ നമ്മുടെ വളരെ ആഴത്തിലുള്ള ഉന്നതമായ പഠനങ്ങളിലേക്ക് പോയ ബുദ്ധിസ്റ്റ് ലാമകളിലത് കിട്ടും. എനിക്ക് വളരെ
വളരെ നേരിട്ട് അടുത്ത് എനിക്ക് എന്നെപ്പോലെ അറിയുന്ന ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില ബുദ്ധ സുഹൃത്തുക്കൾ ഹിസ് ഹോളിനസ് ദലൈ ലാമയെ പോലെയുള്ള ചില, അതുപോലെ ചില സൂഫി വര്യന്മാർ, ചില സെയിൻസ്, ചില മഹാഗുരുക്കന്മാർ, ഇവർക്കൊക്കെ നമുക്ക് ഗാമ സ്റ്റാറ്റസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും പറ്റും, നമുക്കൊക്കെ പറ്റും. നമ്മൾ ആ ഒരു ഔന്നത്യത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ ആ ഒരു ബോധത്തിൻ്റെ ശുദ്ധബോധവുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിന് ഗാമ സ്റ്റേറ്റ് എന്ന് പറയും. ഇത്രയുമാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റസ്. നമ്മൾ ആദ്യത്തെ ഡെഫിനേഷനിലേക്ക് തന്നെ വരാം. ഹിപ്നോസിസ് ഈസ് എ സജഷൻ ഓറിയന്റഡ് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ഓൾട്ടേർഡ് സ്റ്റേറ്റ്. ഡെൽറ്റ എന്ന ഉറക്കവും ബീറ്റ എന്ന ഉണർവുമല്ലാതെ ഓൾട്ടേർഡ് ആയിട്ടുള്ള ബോധത്തിൻ്റെ മറ്റൊരു തലം, നമ്മൾ പറയുന്ന ഓൾട്ടേർഡ് മറ്റൊരു തലം, ഇതാണ് 4 ഹെർട്സിനും 14 ഹെർട്സിനും ഇടയിൽ നമ്മുടെ ബ്രെയിൻ വേവ് വരുന്ന ഒരു തലം. ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ്, ആസ് എ hypnosis student, ആസ് എ പ്രാക്ടീഷണർ, ഫ്യൂച്ചർ പ്രാക്ടീഷണർ, നിങ്ങൾ ഇടപെടാൻ പോകുന്നത്, നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് 14 സൈക്കിൾ പെർ സെക്കൻഡിലും 4 സൈക്കിൾ പെർ സെക്കൻഡിലും ഉള്ളിൽ ബ്രെയിൻ വേവിലുള്ള ആ അവസ്ഥയുള്ള ഓൾട്ടേർഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ആ അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഹിപ്നോട്ടിക് ടൂൾസ് അതിനെ ഉപയോഗിക്കുന്നത്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാംഗ്വേജിൽ, ഈ ഒരു ഭാഷയിൽ പറഞ്ഞാൽ 40 ഹെർട്സോ 36 ഹെർട്സോ ബ്രെയിൻ വേവുള്ള ഒരാളെ 14 ഹെർട്സിനും 4 ഹെർട്സിനും ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആ ടെക്നിക്കിനെ ഹിപ്നോസിസ് എന്ന് പറയുന്നു എന്ന് പറയാം. ഈ സെഷനിൽ ഇതുവരെ പറഞ്ഞത് വെച്ച് നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ആ ലേണിംഗ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ലേണിംഗ് ഗ്രൂപ്പിലില്ലാത്തവരാണെങ്കിൽ ചെറിയ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആ ഗ്രൂപ്പുകളിലേക്ക് വരിക. കാരണം ഇതിൻ്റെ ചർച്ചകൾ ഇവിടെയല്ല നടക്കുന്നത്, ചർച്ചകൾ ആ ഗ്രൂപ്പുകളിലാണ് സംഭവിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെയുണ്ട്. ഇനി ഹിപ്നോസിസ് ആർട്ടിഫിഷ്യലാണ്. ഹിപ്നോസിസ് എന്നാൽ കൃത്രിമമായ ഒരവസ്ഥയാണ്. അതാണ് അടുത്ത ചോദ്യം.